ഇത് ചരിത്രം. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം സുനിത വില്യംസും സംഘവും തിരിച്ചെത്തി. ഇന്ത്യൻ സമയം 3:27 ഡ്രാഗൺ പേടകം മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡയുടെ തീരത്ത് ലാൻഡ് ചെയ്തു. സുനിതയ്ക്കും വിൽമോറിനുമൊപ്പം നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബുനോ എന്നീ ബഹിരാകാശ യാത്രികരുമുണ്ടായിരുന്നു. നേവി സീലിന്റെ ബോട്ടാണ് കടൽപ്പരപ്പിലിറങ്ങിയ പേടകത്തിനടുത്തേക്ക് ആദ്യം എത്തിയത്. 10 മിനിറ്റോളം നീണ്ട സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം പേടകത്തെ MV മേഗൻ റിക്കവറി ഷിപ്പിലേക്ക് മാറ്റി. 4:10 പേടകത്തിന്റെ വാതിൽ തുറന്നു. 4:25 യാത്രികരെ ഓരോരുത്തരെയായി പുറത്തിറക്കി. ഇന്ത്യ കാത്തിരുന്ന ആ നിമിഷം. സുനിത വില്യംസ് സുരക്ഷിതയായി പുറത്തിറങ്ങിയ കാഴ്ച ആകാംക്ഷയോടെയാണ് വീക്ഷിച്ചത്. പ്രത്യേക സ്ട്രക്ചറിൽ മെഡിക്കൽ പരിശോധനകൾക്കായി ഇവരെ കൊണ്ടുപോയി. നാസയുടെ ഹൂസ്റ്റണിലെ കേന്ദ്രത്തിലേക്കാണ് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയത്. മെക്സിക്കൻ ഉൾക്കടലിൽ ഇറങ്ങിയ ഡ്രാഗൺ ഫ്രീഡം പേടകത്തെ വരവേറ്റത് US കോസ്റ്റ് ഗാർഡിനോടൊപ്പം ഡോൾഫിൻ കൂട്ടവുമാണ് എന്നത് ഏറെ കൗതുകമായ കാഴ്ചയായിരുന്നു. പേടകത്തിന് സമീപത്തുകൂടി നീന്തി തുടിക്കുന്ന ഡോൾഫിനുകളുടെ ആകാശ ദൃശ്യം നാസ പങ്കുവച്ചിരുന്നു. സമീപം US കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടുകളും SpaceXന്റെ കപ്പലും ഉണ്ടായിരുന്നു. അതിനെയൊന്നും വകവയ്ക്കാതെ ഡോൾഫിനുകൾ ഡ്രാഗൺ പേടകത്തിനരികെ തുള്ളിക്കളിച്ച ദൃശ്യം കൗതുകമായി. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യനെയും വഹിച്ചുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായാണ് 2024 ജൂണിൽ ISSലേക്ക് സുനിതയും ബുച്ചും പോയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചുവരികയായിരുന്നു ലക്ഷ്യമെങ്കിലും സാങ്കേതിക തകരാർ മൂലം മടക്കയാത്ര നീണ്ടു. അങ്ങനെ നീണ്ട 9 മാസത്തെ ദൗത്യം ആവേശകരമായി പൂർത്തിയാക്കിയാണ് ഭൂമിയിലേക്ക് ഇവർ തിരിച്ചെത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.